കൊച്ചി പള്ളുരുത്തിയിൽ ദുരൂഹ സാഹചര്യത്തിൽ യുവാവ് മരിച്ചതിൽ പെൺസുഹൃത്തിന്റെ ഭർത്താവാണ് പ്രതിയെന്ന് സംശയിക്കുന്നതായി മട്ടാഞ്ചേരി SP. പെൺസുഹൃത്തിന്റെയും ഭർത്താവിന്റെയും പങ്ക് പോലീസ് അന്വേഷിക്കുന്നു. ഇപ്പോൾ കാലിലാണ് മുറിവ് കണ്ടെത്തിയിട്ടുള്ളത്. അതിന് ബാക്കിയുള്ളത് മരണകാരണം മറ്റുള്ള കാര്യങ്ങൾ ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ശേഷം ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ ചെയ്യാനായിട്ട്. അതെ. പ്രകാശുണ്ട് വിശദവിവരങ്ങളുമായി. വിഷ്ണു, ഈ പെൺസുഹൃത്തിന്റെ ഭർത്താവാണ് പിന്നിൽ എന്ന് സംശയിക്കാൻ തക്ക കാരണങ്ങൾ എന്താണ് പോലീസ് പറയുന്നത്? മോത്തി, ഇപ്പോൾ ആ ഒരു സംശയം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യലിൽ ഈ പെൺസുഹൃത്തിന്റെ ഭർത്താവ് ഈ കുറ്റം സംബന്ധിച്ചതായിട്ടുള്ള വിവരമാണ് അല്പം മുമ്പ് ACP നമ്മളോട് പങ്കുവച്ചത്. ഇന്നലെ രാത്രിയോടെയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. 9 മണിയോടുകൂടി ഇത്തരത്തിൽ ഒരു കാലിൽ പരിക്കുമായി ഒരു യുവാവിനെ ഈ പെൺസുഹൃത്തായിട്ടുള്ള യുവതി തന്നെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ ഒരു മരണം സംഭവിച്ചിരുന്നു. അത് പ്രകാരമാണ് പോലീസിന് വിവരം ലഭിക്കുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇതിപ്പോൾ ഒരു കൊലപാതകം ആണ് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ആയിട്ടുള്ളത്. ഈ പെൺസുഹൃത്തും അതുപോലെ തന്നെ പെൺസുഹൃത്തിന്റെ ഭർത്താവാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളത് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഇതിൽ മറ്റു പലർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. നിലവിൽ ഈ പെൺസുഹൃത്തും അതുപോലെ തന്നെ ഭർത്താവും ഈ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇതിൽ പ്രധാനമായും പോലീസ് പറയുന്നത് ഈ മരിച്ച ആഷിഖ് എന്ന യുവാവിന് ഈ പെൺസുഹൃത്തുമായി ഒരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിന്റെ ഒരു വൈരാഗ്യമാണ്, അതിനെ തുടർന്നുണ്ടായ ഒരു വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പോലീസ് പങ്കുവയ്ക്കുന്നത്. അതിപ്പോൾ അതിൽ കൂടുതൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഏതായാലും ഇന്നലെ ഇത്തരത്തിൽ ഈ യുവാവിനെ, ഈ ആഷിഖിനെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ ആഷിഖിനോട് ഈ യുവതി പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ ഒരു കാലിന് മുറിവ് പറ്റി കൊണ്ടുവന്നതാണ് എന്നുള്ള വിവരമാണ് പോലീസ് പറഞ്ഞത്. അപ്പോൾ മുറിവേറ്റ നിലയിൽ ഈ യുവതിയെ ഈ കൊലപാതകം നടന്ന സ്ഥലത്തോട്ട് വിളിച്ചു വരുത്തി അതിനുശേഷം സംസാരിക്കുന്നതിനിടയിൽ അബോധാവസ്ഥയിൽ ആവുകയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പെൺസുഹൃത്ത് ആദ്യം മൊഴി നൽകിയത്. പിന്നീട് നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ ഇതിന്റെ ചുരുളഴിക്കുന്നത്. ഏതായാലും കൊലപാതകം എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ കാണാം, ഈ ഒരു വാഹനം, ഒരു ധീര എന്ന് എഴുതിയിട്ടുള്ള ഒരു പിക്കപ്പ് വാഹനത്തിലായിരുന്നു ആ യുവാവ് ഉണ്ടായിരുന്നത്. അവിടെ വച്ചായിരുന്നു ഒരു മരണം സംഭവിക്കുന്നത്, ഇല്ലെങ്കിൽ ആ ഒരു ആക്രമണം നടക്കുന്നതും. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിക്കുകയായിരുന്നു ഈ ആഷിഖ് എന്ന യുവാവ്. പള്ളുരുത്തി സ്വദേശിയാണ്. പള്ളുരുത്തി സ്വദേശിക്ക് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ പോലീസിന്റെ നടപടികളെല്ലാം സ്വീകരിക്കുന്നുണ്ട്. വണ്ടിയിൽ വന്ന് പരിശോധനയിലും മറ്റും നടത്തിയിരുന്നു. ഇപ്പോൾ അടുത്തിപ്പം മുമ്പ് ഫോറൻസിക് വിദഗ്ധരടക്കം വന്ന് ഇവിടെ വേണ്ട തെളിവുകളെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഷൂവും മറ്റും, രക്തം പുരണ്ട ഷൂവും മറ്റും ഇവിടെ കാണാവുന്നതാണ്. ഏതായാലും വലിയ ഒരു നെട്ടലാണ് ഇപ്പോൾ ഈ പ്രദേശവാസികളുള്ളത്. തുടർന്ന ഒരു സ്ഥലമാണ്. ആ പ്രദേശത്ത് പാർക്ക് ചെയ്ത ഒരു വാഹനത്തിലായിരുന്നു ഈ ഒരു കൊലപാതകം നടന്നത് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഇനിയിപ്പോൾ ഇതിൽ മറ്റു പങ്ക് ഉണ്ടോ എന്നുള്ള കാര്യത്തിലടക്കം പോലീസിന്റെ വിശദമായ അന്വേഷണങ്ങൾക്കും ഈ പോസ്റ്റ്മോർട്ടത്തിനും ശേഷം മാത്രമാകും ഇതിലൊരു വ്യക്തത വരികയുള്ളൂ. മോത്തി.